ഒരു മനുഷ്യൻ ഒരു ദിവസം 70,000-ലധികം ചിന്തകളിലൂടെ ഇങ്ങനെ പോകുന്ന പറയാം, 70,000. അതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനം നടത്തിയിരിക്കുമ്പോൾ അതിനകത്ത് 70% ചിന്തകൾ റിപ്പീറ്റഡ് ആണ്. ഇന്നലെ ചിന്തിച്ചതന്നെയാണ് ഇന്നും ചിന്തിക്കുന്നത്, നാളെ അതിന് പറയുമ്പോൾ 70,000 ചിന്തയുണ്ട്. അതിനകത്ത് 5 to 10% മാത്രമേ പോസിറ്റീവായ ചിന്തകളും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ എന്നാണ് വേറൊരു പഠനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ചിന്തകളാണ്. അത് നടക്കൂല, ഞാൻ ജയിക്കൂല, അത് ശരിയാവില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോൾ, എൻ്റെ കുടുംബം മോശമാണ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, അതില്ല, ഇതില്ല, ഇങ്ങനെ നെഗറ്റീവായ ചിന്തകൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് ഞാൻ ആരാണോ അതെൻ്റെ ചിന്തയാണ്, നിങ്ങൾ ഇന്ന് ആരാണോ അത് നിങ്ങളുടെ ചിന്തയാണ്. എന്ത് ചിന്തിക്കുന്നോ അതായി മാറുന്ന പറയാം. 1970 റോബർട്ട് ക്ലക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത്, അദ്ദേഹം ഇതേപോലത്തെ ചെറുപ്പക്കാരെ ഒരു 10-20 ആളെ കൊണ്ടുവന്നിട്ട് ഒരു പരീക്ഷണം നടത്താണ്. ആ പരീക്ഷണത്തിൽ ഒരു പകുതിയായിട്ട് രണ്ട് ഗ്രൂപ്പാക്കി ശരിക്കും ശ്രദ്ധിച്ചോ. 2 ഗ്രൂപ്പാക്കിയിട്ട് അവർക്ക് ടാസ്ക് കൊടുക്കണം. എന്താ ടാസ്ക് എന്നറിയോ? പരിചയമില്ലാത്ത, നിങ്ങളൊക്കെ ഇപ്പോൾ മലപ്പുറംകാരാണ്, നിങ്ങളെ കൊണ്ടുപോയിട്ട്, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, നിങ്ങളെല്ലാവരും കൂടി കൊണ്ടിട്ട് എറണാകുളം സിറ്റിയിലോ കൊല്ലത്തോ ഇനി അല്ലെങ്കിൽ കോയമ്പത്തൂരോ കൊണ്ടുപോയി വിട്ടിട്ട് പറയാണ്, ഒരു 10-25 ആൾ എടുത്തിട്ട് പറയാണ്, നിങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുക. ആളുടെ പേര്, നാട്, എന്താണ് ചെയ്യുന്നതൊക്കെ ചോദിക്കുക, നിങ്ങളെ പരിചയപ്പെടുത്തുക, അയാളുടെ ഒരു സൈൻ വാങ്ങുക. അങ്ങനെ മാക്സിമം ആളെ പരിചയപ്പെട്ടിട്ട് മിണ്ടിയും പറഞ്ഞും തിരിച്ചു വരണം എന്നുള്ള ടാസ്ക്കാണ് ഈ ഗ്രൂപ്പിന് കൊടുക്കുന്നത്. പക്ഷേ സയൻറ്റിസ്റ്റ് ഒരു കാര്യം ചെയ്തു, ഒരു ടീമിനെ അതുപോലെ തന്നെ നിർത്തി മറ്റേ ടീമിനെ വിളിച്ചിട്ട് അവരുടെ മുഖത്ത് കുറച്ച് വൃത്തികേടാക്കി, ഒരു സൈഡിൽ ഇങ്ങനെ ഈ മാർക്കർ കൊണ്ട് കുത്തി വരയ്ക്കുക, പിന്നെ ബ്ലഡ് ഉള്ളതുപോലെ റെഡ് മാർക്കർ കൊണ്ട് ചെയ്ത് പഴുപ്പൊക്കെ ഉള്ളതുപോലെ കുറച്ച് ചലം ചോരയൊക്കെ ഉള്ള പോലെ ഒരു വൃത്തികേടാക്കി വെച്ചിട്ടാണ് ഒരു ടീമിനെ. എന്നിട്ട് അവരെ കാണിച്ചു കൊടുത്ത്, കണ്ണാടിയിൽ കാണിച്ചു, നോക്കൂ നിൻ്റെ മുഖം, അവൻ തന്നെ അയ്യേ എന്ത് വൃത്തികേട് എന്നുള്ള തോന്നുന്ന, അങ്ങനെ വൃത്തികേടാക്കിയിട്ട് മുഖം. മറ്റേ ടീമിനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ 2 ടീമിനെയും സിറ്റിയിലേക്ക് ഇറക്കി വിടുന്നു. പറഞ്ഞത്ര സമയം 10 മിനിറ്റോ 1 മണിക്കൂറോ 2 മണിക്കൂറോ അവർ ടൗണിലെല്ലാം കറങ്ങി തിരിച്ച് വന്നിട്ട് ഇതേപോലെ വേദിയിൽ വെച്ച് സയൻറ്റിസ്റ്റ് ചോദിക്കുകയാണ്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയാം. നിങ്ങൾ ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കും എക്സ്പീരിയൻസ് എന്നുള്ളത്? ഊഹിക്കാൻ പറ്റുമോ? ഈ മുഖത്തൊന്നുമില്ലാതെ സാധാരണ സുന്ദരനും സുന്ദരിയായിട്ട് പോയി ഉള്ള അവരുടെ അതേ എക്സ്പീരിയൻസ് ആണോ ഈ മുഖത്ത് വൃത്തികേടുള്ളവർക്ക് ഉണ്ടാവുക? അല്ല, ഉറപ്പല്ലേ? പറഞ്ഞതും അതുപോലെ തന്നെയാണ്. ഇവർ പറഞ്ഞു, ഈ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പുറമുള്ള ടീം ഒരു മുഖത്തൊരു പ്രശ്നമില്ലാത്തതാണ്. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാനിത് 10 പേരെ പരിചയപ്പെട്ടു, സാധാരണ പോലെ അവരൊക്കെ നല്ല മാന്യമായിട്ട് പെരുമാറി, ഈ നാട്ടുകാർ നല്ലതാണ്, എനിക്ക് ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും എൻ്റെ ലാംഗ്വേജൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നോട് നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട്, അതിൽ 1-2 പേര് എൻ്റെ പേഴ്സണൽ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, ബിസിനസ് കൊളാബറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ അവരുടെ പരിപാടിക്ക് വിളിക്കാവുന്നുണ്ട്, അങ്ങനെ വളരെ പോസിറ്റീവാണ്. ഈ ടീം എന്താ പറയുന്നത് അറിയോ? സാർ, ഞാൻ നോർമലി ഒരാളോട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അവരിങ്ങനെ ഓക്വേർഡ്നെസ് ഫീൽ ചെയ്ത് മാറി നിൽക്കുന്നു, എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ അവർക്ക് അറപ്പ് പോലെ, എന്നിട്ട് അവർ മാറി നിൽക്കുന്നു. 1-2 ആളെ കണ്ടപ്പോൾ തന്നെ ഞാനും അടുത്തുപോയി, പിന്നെ ഞാൻ അധികം ആളടുത്ത് പോയിട്ടില്ല. ഈ ഒരു ആംഗിളിലാണ് ഈ ടീം പറയുന്നത്. ട്വിസ്റ്റ് അതല്ല, ഈ ടീമിനെ ആ സമയത്ത് ഒരു ഹോൾ മിറർ കാണിച്ചു കൊടുത്തു. ആ മിറർ കാണിച്ചപ്പോൾ ഇവരുടെ മുഖത്തൊന്നുമില്ല. സയൻറ്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഖത്ത് വരയും കുത്തിവരയൊക്കെ ചെയ്ത് വൃത്തികേടാക്കിയതിനു ശേഷം കണ്ണാടി കാണിച്ചു കൊടുത്തില്ലേ, ആ കാണിച്ചതിന് ശേഷം പിന്നെ വിശദീകരണങ്ങൾ കൊടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് തൊട്ട് മുമ്പ് എന്തെന്നറിയാം, നിങ്ങളുടെ മുഖത്ത് വെയിലത്തല്ലേ പോകുന്നത്, കുറച്ച് സൺസ്ക്രീൻ വേണം, പിന്നെ ഒന്നുകൂടെ വൃത്തികേടാക്കട്ടെ എന്ന് പറഞ്ഞ് മുഖത്ത് കുറച്ചുകൂടെ പണിതിരുന്നു. ആ പണിത് എന്താ വെച്ചാൽ, നല്ലൊരു ക്ലീനിക് ലിക്വിഡ് ഉപയോഗിച്ചത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാണ് ചെയ്തത്. ഒന്നുമില്ല, മുഖത്ത് ഒരു സാധനമില്ല, വളരെ ക്ലീനായിട്ടാണ് അവർ പോകുന്നത്. പക്ഷെ ആ പോയ 100%, 100% ആളുകളും പറഞ്ഞ ഉത്തരം എന്താ? എന്നെ അവർക്ക് അറപ്പായിരുന്നു, എൻ്റെ മുഖത്തേക്ക് അവർ നോക്കുന്നില്ല, സംസാരിക്കാൻ അവർ റെഡിയല്ല, അവർക്ക് ഇഷ്ടമല്ല, അവരെന്നെ അകറ്റി നിർത്തുന്നു എന്നാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് പറ. സയൻറ്റിസ്റ്റിന് കിട്ടിയത് വിശദീകരണങ്ങളൊക്കെ പോകാം, നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് പറയും. എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്. എല്ലാവർക്കും ഒന്നും തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം. എന്താ കിട്ടിയേ? ഇത് ഒറിജിനൽ പരീക്ഷണം കേട്ടോ, റോബർട്ട് ക്ലക്ക് നടത്തിയ പരീക്ഷണം. ഇപ്പോഴും നടത്തിയാൽ അത് വിജയിക്കും. ഇന്നും ഈ കഥ കേൾക്കാത്ത ഒരു ടീമിനെടുത്ത് നിങ്ങളാ പരീക്ഷണം നടത്തിക്കോ, വിജയിക്കും. മുഖത്ത് വൃത്തികേടുണ്ടെന്ന് പറയുന്ന ടീം ഭയങ്കര ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. എന്താ സംഭവിക്കുന്നത്? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസാണ് അതിൻ്റെ പ്രസക്തി. നിങ്ങളാരാണ്, ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ചിന്തകളാണ്, എൻ്റെ സെൽഫ് ബിലീഫാണ് എന്നാണ് സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. ഒരാൾക്ക് തോന്നാണ്, എൻ്റെ മുഖത്ത് വൃത്തികേടുണ്ട്, എൻ്റെ മുഖത്ത് മുറിവുണ്ട്, എന്നെ കാണാൻ കൊള്ളില്ല, അത് സ്മെല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്, എന്നോട് ആളുകൾ അപ്രോച്ച് ചെയ്യില്ല, എനിക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അയാൾക്കത് പറ്റില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കും എനിക്കും അങ്ങനെ അൺസീൻ ടൈസ്, ഇൻവിസിബിൾ ടൈസ്, അറിയാതെ കെട്ടിയ കുറേ കെട്ടുകളുണ്ടെന്നുള്ളതാണ്. ആ കെട്ട് എന്ത് ചെയ്യുന്നു എന്നറിയോ? നിങ്ങളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാണ്, എന്നെ കൊള്ളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയോ തവണ പറഞ്ഞ നെഗറ്റീവ്. എൻ്റെ നിറം പോരാ ചിന്തിച്ചവരുണ്ടാവാം, എൻ്റെ മൂക്കിൻ്റെ നീളം ശരിയല്ല, എൻ്റെ ചുണ്ട് വക്രിച്ചിട്ടാണ്, എൻ്റെ കണ്ണ് അങ്ങനെയാണ്, എന്നോട് പണ്ട് ഇന്നയാൾ നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സംസാരം ശരിയല്ല, എൻ്റെ വോയിസ് ശരിയല്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അകറ്റിയാണ്, എൻ്റെ പാരൻസ് മോശമാണ്, എൻ്റെ നാട്ടുകാർ ശരിയല്ല, എൻ്റെ സ്കൂൾ തീരെ മോശമാണ്. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾക്ക് സംഭവിക്കുക. നിങ്ങൾ നേരെ സാധാരണ ഈ ഓവർ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു കോട്ട് ഞാൻ വായിച്ചു കൊടുക്കുന്നത് വെച്ചാൽ, ഇഫ് യു ക്യാൻ ഓവർ തിങ്ക് ദ വേസ്റ്റ്, വൈ കാൺട്ട് യു ഓവർ തിങ്ക് ദ ബെസ്റ്റ്.
നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. അത് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ മുഴുവനും നെഗറ്റീവ് ഇട്ടിട്ടല്ലേ ഓവർ തിങ്ക് ചെയ്യുന്നത്. എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ രക്ഷപ്പെടൂല, ഞാൻ എൻട്രൻസ് എഴുതിയിട്ട് ഒരു കാര്യമില്ല, അത് കിട്ടൂല, എൻ്റെ പാരൻസ് ശരിയല്ല, എൻ്റെ സ്കൂൾ തീരെ മോശമാണ്, എനിക്ക് മാത്സ് മനസ്സിലാവില്ല. അതാണ് ഒരു ചിന്ത. രണ്ടാമത്തേത്, ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അവസാനം പഠിച്ചിട്ടൊന്നും ഇല്ലാതായി, എല്ലാ പേപ്പറും ബാക്ക് പേപ്പറായി, എനിക്ക് ജോലി ഇല്ലാതെ കഷ്ടമായി, ഞാൻ വീട്ടിൽ ഒറ്റക്കപ്പെട്ടു, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ദിസ് ഈസ് ഓവർ തിങ്കിങ്. എൻ്റെ വീട്ടിൽ അസുഖം, ഇതൊക്കെ ഓവർ തിങ്കിങ്ങുകാർ നമ്മളടുത്ത് പേഴ്സണലി സംസാരിക്കുമ്പോൾ വീട്ടിൽ അസുഖം വരുന്നത്, മരണഭയം, പാരൻസിനെ കുറിച്ച്, പാരൻസ് ഇതായി പോകുന്നത്, ആക്സിഡൻ്റായിട്ടും പാരലൈസ് ആയിട്ട് കടന്നു പോകുന്നത്, ഇങ്ങനെ ഓവർ തിങ്കിങ്ങാണ്. ഇതേ ആളുകൾക്ക് വൈ കാൺട്ട് യു ഓവർ തിങ്ക് ദ ബെസ്റ്റ്? ഇപ്പം സൈഡിൽ ആലോചിച്ചൂടെ, ഞാൻ എൻട്രൻസ് എഴുതുന്നു, എനിക്ക് ആദ്യത്തെ 5 റാങ്കിൽ ഒരു റാങ്ക് കിട്ടുന്നു, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആളാവുന്നു, എൻ്റെ പേരിൽ എൻ്റെ പാരൻസൊക്കെ അഭിമാനിക്കുന്നു, ഇങ്ങനെ അതും ഓവർ തിങ്ക് തന്നെയല്ലേ? ഇഫ് യു ക്യാൻ ഓവർ തിങ്ക് ദ വേസ്റ്റ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഓവർ തിങ്ക് ദ ബെസ്റ്റ്. അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പോസിറ്റീവായി എപ്പോഴൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ പറഞ്ഞ പരീക്ഷണം പോലെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞത്, നമ്മുടെ ചിന്തകളുടെ പ്രത്യേകം എന്താ അറിയോ? എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് ബോഡിയിലെ കെമിക്കൽസും ഹോർമോൺസും, ഹാപ്പി ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നതും, കൂടുന്നതും കുറയുന്നതും, ബാലൻസ് ആവുന്നതും ഇംബാലൻസ് ആവുന്നതും.